ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോഴുള്ള വെച്ച് നിർത്തിയിരുന്നു. ഇതിപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞുള്ള വീഡിയോസാണ്. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. വെള്ളച്ചാട്ടം ചെറുതാണെങ്കിലും പക്ഷെ അവിടെ ഭയങ്കര ഒരു നമുക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ പോകാം. അതെ, ഫോറസ്റ്റും വെള്ളവും ഫോറസ്റ്റും പിന്നെ മരങ്ങളും പിന്നെ ആദ്യം എല്ലാവരും ഇറങ്ങാതെ അവിടെ മടിഞ്ഞ് മാറിയിരുന്നിട്ട് കണ്ട് എല്ലാവരും പാറയുടെ പുറത്തിരിക്കുക. പിള്ളേരെ വെച്ച് വേറെ ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ കണ്ടോ ഇച്ചിരി നേരം ആവുമ്പോ വിച്ചുക്കുട്ടൻ. ഇതാണ് വിച്ചുക്കുട്ടൻ. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചത് അവനാണ് കേട്ടോ. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മകനാണ്. അതെ, ഞങ്ങളൊന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക്. ഇപ്പം ഞാൻ പിള്ളേരോടൊപ്പം വരുന്നു, കാരണം അവർ ആ ഒരു സൈഡിലാണ് നിന്നേച്ചത്. അപ്പം അതുകൊണ്ട് ഞാൻ അവരുടെ കണ്ട വയസ്സ് എല്ലാവരും ഇരുന്നേച്ചവരെല്ലാവരും ഇറങ്ങി. വെള്ളം കണ്ട ആരാലും ഇറങ്ങാത്തത്. അപ്പം ഞങ്ങൾ കുറേ നേരം ഇവിടെ ഒരു 2-2.5 മണിക്കൂർ അധികം ഞങ്ങളിവിടെ ഈ ഏരിയയിൽ മാത്രം ചിലവഴിച്ചിട്ട് കുറേ അധികം സമയം. ആരും വെള്ളത്തിൽ നിന്ന് കയറുന്ന പോലും ഉണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ ഏറ്റവും അവസാനം കയറിയത് എനിക്കൊന്ന് ഒലുവാണ്. ഞങ്ങളിപ്പോൾ ഈ ഒരു ഏരിയ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ സൈഡിലും പോയിരുന്നു. അവിടെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മീനുകളുടെ വയസ്സ് അടിപൊളിയായിരുന്നു. നമ്മൾ കാലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ മീനൊക്കെ ഇങ്ങനെ ഒന്ന് കൊത്തുന്നത്. അതിനിടയ്ക്ക് സ്നാക്സ് ആരാണ്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പച്ചക്കത്തിൻ്റെ കഷ്ണം താഴെ വരുന്നുണ്ടോ വെള്ളത്തിൽ. അപ്പോൾ അത് വന്ന് കൊത്തുന്ന എല്ലാം കൂടി മുകളിലേക്ക് ഒന്ന് വയസ്സ് അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ഉണ്ടായിരുന്നല്ലോ ഒരു വേറെ എവിടെയായിരുന്നു കേസ്. ഒരു എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. കണ്ട കേൾക്കുന്നതാണ് വീണല്ലോ. പ്രിയ ചേച്ചി, ചിന്തി ചേച്ചി, സോണി എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുമെന്ന് പറയാൻ ഫസ്റ്റ് ഇറങ്ങി. ഇപ്പതേ ഇവരുടെ ഒരു ചെറിയൊരു റീൽ പ്രാക്ടീസ് തരാം കേട്ടോ. ഒരു ഷോർട്ട്സ് എടുക്കാനുള്ള ഇത് പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അധികം വെള്ളം ഒഴുക്കില്ലായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ദിനം കഴിഞ്ഞപ്പോൾ വെള്ളം അടിപൊളിയായിട്ട് കണ്ട് വരുന്നുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തത് ടിൻഡു ചേച്ചിയാണ്. പിന്നെ ഇത് കണ്ടോട്ടെ, അവരിത് മീനെ പിടിക്കണ ഇത് കണ്ടോ, പിടിച്ചിട്ട് വരാണ്ടിട്ട് ഒരു കവറിനകത്ത് ഇട്ടുണ്ട് വന്നു പിള്ളേർ എല്ലാവരും കൂടെ മീനെ പിടിക്കുക. പിള്ളേർ ചെറുക്കന്മാർ കണ്ടോ അവിടെ കിടപ്പായി ഗൈസ്. ഇരുന്നത് മതിയായി പിന്നെ കിടപ്പായി അവിടെ. വീഡിയോ അവിടെ ഇവിടേക്കുള്ളതൊന്നും ആർക്കും അറിയില്ല. അപ്പുറത്തെ സൈഡിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ പോയി, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോണൊന്നും എടുക്കാനുള്ള സമയം പോലും ഇല്ല. ഇതൊക്കെ തന്നെ എടുത്തതൊരു കണക്കിനാ. കാരണം വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടോ. അപ്പോൾ ഗൈസ് വ്ളോഗ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടില്ലായിരുന്നു. സോണിയും പിള്ളേർ ഒരാളും കൂടി ഇതിനകത്ത് വരാനുണ്ടേ, അയാളോടെ പോയി നോക്കും. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.